വെൽക്കം ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കേരള സ്റ്റൈൽ സാമ്പാർ സ്പെഷ്യൽ മെത്തേഡാണ്. സാധാരണ സാമ്പാറിൽ നിന്ന് അല്പം വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ടേസ്റ്റിയാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. ഞാനിതിൽ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യം നമുക്ക് പരിപ്പ് നന്നായി വേവിച്ച് മാറ്റിവെക്കാം. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ, മുളക് പൊടി, കായ്മുളക്, വെല്ലം, പുളി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കായം, നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ്, ഇഞ്ചി, ടൊമാറ്റോ, കറിവേപ്പില, മല്ലിയില, ചെറിയുള്ളി, മുരിങ്ങവാൾ, വെണ്ട. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായ്മുളകും കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ വെജിറ്റബിളായ മുരിങ്ങക്കായ ആദ്യം ചേർക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചെറിയുള്ളിയും വെണ്ടക്കയും ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, സാമ്പാർ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി അത് ജ്യൂസാക്കി അതും ചേർക്കാം. അതിന് പിന്നാലെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ലിഡ് വെച്ച് 15 to 20 മിനിറ്റ്സ് നമുക്കത് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അങ്ങനെ ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് എല്ലാ മസാലയും നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ മസാലയും ആ വെജിറ്റബിൾസിൽ നന്നായി പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു സൂപ്പറായ ഒരു സാമ്പാർ കിട്ടും. ഞാൻ വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് എനിക്ക് വെള്ളം കുറവ് പോലെ ഫീൽ ചെയ്തിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് വേവിച്ച് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലാസ്റ്റ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം കുറച്ച് വെള്ളം കുറവ് പോലെയുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 20 മിനിറ്റ്സ് ഞാനിത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായി കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. സൂപ്പറല്ലേ? ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാമ്പാറാണ്. See you in the next video. Please support and subscribe. Thank you.